പ്രധാനമന്ത്രി നാളെ ഡൽഹിയിലെ പുതിയ ഓഫീസിലേക്ക്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് മകരസംക്രമ ദിനമായ നാളെ മുതൽ സെൻട്രൽ വിസ്തയിലേക്ക് മാറും. സേവാ തീർത്ത് 1 എന്ന പേരിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയപ്പെടുക. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി റെയ്സീന കുന്നിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയം മകരസംക്രാന്തി ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കും. സേവ് തീർത്ത് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന പുതിയ ആസ്ഥാനം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതിനൊപ്പം ഭാരതീയ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 3 പ്രധാന കെട്ടിടങ്ങളാണ് പുതിയ സമുച്ചയത്തിലുള്ളത്. സേവ് തീർത്ത് 1-ൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും സേവ് തീർത്ത് 2-ൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും പ്രവർത്തിക്കും. സേവ് തീർത്ത് 3-ൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്യാബിനറ്റ് യോഗങ്ങൾക്കായി പ്രത്യേക മുറിയും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഓപ്പൺ ഫ്ലോർ മോഡൽ രീതിയിലുള്ള ഓഫീസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ സൗത്ത് ബ്ലോക്കിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. 7 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ സുപ്രധാന അധികാര കേന്ദ്രം മാറുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയുടെ നിർമ്മാണവും ഓഫീസിന് സമീപം പുരോഗമിക്കുന്നുണ്ട്. ഇത് പൂർത്തിയാക്കുന്നതോടെ പ്രധാനമന്ത്രി നിലവിലെ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ നിന്നും ഇവിടേക്ക് താമസം മാറും. ബ്രിട്ടീഷ് ഭരണകാലത്തെ നിർമ്മാണ രീതിയിലുള്ള നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ ഇനി മുതൽ ഭാരതത്തിന്റെ 5000 വർഷത്തെ നാഗരികത പ്രകടമാക്കുന്ന മ്യൂസിയമായി മാറ്റാനാണ് സർക്കാർ പദ്ധതി. ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളും അടുത്ത വർഷം ആരംഭിക്കും. ജനം, ഡൽഹി.